എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭാഗവത ഒരു പഠന ക്ലാസ് പോലെയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭാഗവതത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്ന ഭാഗവത സംസ്കാരത്തിലേക്ക് വരാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന ഒരു എളിയ ശ്രമമാണെൻ്റേത്. അപ്പം ഞാൻ ഈ പറയുന്നതിൽ തെറ്റുകളുണ്ടാവാം. അപ്പം ജ്ഞാനികളായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ അതിനെയൊക്കെ സ്നേഹത്തോടു കൂടി തിരുത്തി എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ഇടണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എന്നാൽ അറിവുള്ള ചില ആശയങ്ങളും ഭാഗവതത്തിലെ കഥാതത്വങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ചില ആശയങ്ങൾ സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും വളരെയേറെ വിശിഷ്യ ഈ യുവതലമുറയിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ആശയങ്ങൾ ഭാഗവതത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ സമൂഹത്തിന് കുറേയെങ്കിലും ഉപകാരമായി തീരും ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് എന്ന ഒരു പ്രത്യാശയോട് കൂടിയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭാഗവതം പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഭാഗവത ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുരാണങ്ങൾക്കൊക്കെ ഒരു ലക്ഷണമുണ്ട്. അപ്പോൾ പുരാണം ലക്ഷണം എന്ന് പറയുന്നത് 5 ലക്ഷണത്തോടു കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണിജ വംശാനുചരിതം ജൈവ പുരാണം പഞ്ചലക്ഷണം എന്നാണ്. അപ്പോൾ ഈ 5 ലക്ഷണത്തോടു കൂടി പ്രതിപാദിക്കുന്നത് സൃഷ്ടിയെയും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ വംശചരിത്രത്തെയും മന്വന്തരങ്ങളെക്കുറിച്ചും വംശാനുചരിതം വംശപരമ്പരകളെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ പുരാണത്തിലെ പഞ്ചലക്ഷണം. എന്നാൽ അത് കുറേ കാലങ്ങൾ അതിക്രമിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭൗതികമായ മനുഷ്യൻ്റെ ലൗകികമായ കാര്യങ്ങൾ മാത്രം പോരാ എന്ന് തോന്നുകയും വ്യാസമഹർഷി ഭാഗവതം രചന തുടങ്ങിയപ്പോൾ ശ്രീമദ് ഭാഗവതമാണല്ലോ 18 പുരാണത്തിലും ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ ഭാഗവതത്തിൽ 10 ലക്ഷണത്തോടു കൂടി ഭാഗവതത്തെ അവതരിപ്പിച്ചു. അപ്പോൾ ആ ഭാഗവതത്തിൽ ദശലക്ഷണമാണ്. ആ ദശലക്ഷണം ആയിട്ട് പറയുന്നത് അത്ര സർഗോ വിസർഗഞ്ച സ്ഥാനം ഭോഷണമൂതയ മന്വന്തരീശാനു കഥനം നിരോധം മുക്തിരാശ്രയ എന്നാണ്. അപ്പം സർഗം പ്രതിസർഗം സ്ഥാനം ഭോഷണം ഊദയ മന്വന്തരി ഈശാനു കഥ നിരോധം മുക്തിരാശ്രയ എന്നാണ്. അപ്പോൾ സർഗത്തെ കൊണ്ട് സൃഷ്ടികളെയും വിസർഗം കൊണ്ട് അതായത് ബ്രഹ്മാവ് മുതൽ തുടങ്ങിയിട്ടുള്ള ഉപസർഗങ്ങളെക്കുറിച്ചും സ്ഥാനം പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി നിലനിൽപ്പ് തുടങ്ങിയിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചും പോഷണം ഈശ്വരൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും മന്വന്തരം കൊണ്ട് മനുക്കളെയും ഈശാന കഥ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങളും അതുപോലെ തന്നെ നിരോധം ഒരു ജീവനും പരമാത്മാവിനും ഇടയിൽ ഒരു ജീവൻ്റെ മുക്തി അല്ലെങ്കിൽ ജീവൻ്റെ ലയം അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന് പരമാത്മാവിൽ ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്തോ അതിനെ നിരോധം കൊണ്ടും ആശ്രയം എന്നതുകൊണ്ട് ഏതൊരു ജീവനും എവിടെയാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ആ കാരണ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ ഈ ആശ്രയം എന്ന വാക്കുകൊണ്ടും സൂചിപ്പിച്ച് ഭാഗവതം ദശലക്ഷണമായി പരമാചാര്യനായിരിക്കുന്ന വ്യാസമഹർഷി അവതരിപ്പിച്ചു. അങ്ങനെ ഭാഗവതം ശ്രീമത്തായിട്ട് തീർന്നു. ആ ഭാഗവതത്തിലെ ഓരോ ആശയങ്ങളെയും നമുക്ക് ഓരോ ദിവസമായി എടുത്ത് പുനർവിചിന്തനം ചെയ്തുകൊണ്ട്
കഴിയുന്ന അത്രയും സാധാരണ ജനങ്ങളിലേക്ക്, വളർന്നു വരുന്ന തലമുറകളിലേക്കും ഭാഗവത സംസ്കാരം എത്തിച്ചേരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് നിർത്തുന്നു. നമസ്കാരം.